ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവിനെതിരെ വാർത്ത നൽകിയ 4 ചാനലുകൾക്ക് വിലക്ക്. TV9, സാക്ഷി TV, NTV, 10TV എന്നീ ചാനലുകൾക്കെതിരെയാണ് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയത്. ഈ ചാനലുകളുടെ പ്രവർത്തനം കേബിൾ TV നെറ്റ്വർക്കുകളിൽ നിലച്ചു. TP പ്രശാന്ത് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി. പ്രശാന്ത്, വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് തെലുങ്ക് ദേശം പാർട്ടി ഈ തിരിച്ചുവരവ് നടത്തിയത് നിയമസഭയിലേക്ക്. 10 ദിവസം ഏതാണ്ട് ആകുന്നതേ ഉള്ളൂ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിട്ട്. ഇപ്പോൾ ഈ മാധ്യമങ്ങൾക്ക് ഇത്തരത്തിലൊരു വലിയ വിലക്ക് നേരിടാനുണ്ടായ സാഹചര്യം എന്താണ്? ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ സർക്കാർ അധികാരമേറ്റ ശേഷം വീണ്ടും പ്രതികാര നടപടികൾ തുടരുകയാണ്. കാരണം ജഗൻമോഹൻ റെഡ്ഡി അധികാരമേറ്റ് എങ്ങനെയാണോ ചന്ദ്രബാബു നായിഡുവിൻ്റെ സർക്കാരിനെതിരെ അന്ന് ഒരു പ്രതികാര നടപടി സ്വീകരിച്ചു, അതേ നടപടി തിരിച്ചും പയറ്റുകയാണ് ചന്ദ്രബാബു നായിഡു. ഇതിൻ്റെ ഭാഗമായി ആന്ധ്രയിൽ 4 ചാനലുകൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൂർണ്ണമായിട്ടും അവയുടെ സംരക്ഷണം നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. TV9, സാക്ഷി TV, NTV, 10TV എന്നിങ്ങനെ 4 ചാനലുകൾക്കാണ് ഇത്തരത്തിൽ സംരക്ഷണം, അതായത് സർക്കാർ നടത്തുന്ന AP ഫൈബർ ഗ്രിഡിലൂടെ സംരക്ഷണം നടത്തേണ്ടതില്ല എന്ന് ഉദ്യോഗസ്ഥർക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല YSR അനുകൂല നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ ചാനലുകൾക്ക് മേൽ ചാർത്തുന്ന കുറ്റം. എന്നാൽ ചന്ദ്രബാബു നായിഡു സർക്കാരിനെതിരെ TDPക്കെതിരെയും കഴിഞ്ഞ കുറേ കാലങ്ങളായി അവർ നിലപാട് സ്വീകരിച്ചിരുന്നു. ഈ നിലപാടിനെതിരെയുള്ള ഒരു പകപോക്കലാണ്, അല്ലെങ്കിൽ ഈ നിലപാട് സ്വീകരിച്ചതിൻ്റെ പകപോക്കലാണ് എന്നുള്ള തരത്തിൽ ഒരു YSR CP രംഗത്ത് എത്തിയിരിക്കുന്നു. 2ാം തവണയാണ് യഥാർത്ഥത്തിൽ ഈ ചാനൽ സംരക്ഷണം നിർത്തുന്നത്. കാരണം ചന്ദ്രബാബു നായിഡു സർക്കാർ അധികാരമേറ്റ ശേഷം ജൂൺ 6-ന് ഈ ചാനലുകളുടെ സംരക്ഷണം നിർത്തിയിരുന്നു. അതിനുശേഷം ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്നാണ് YSR കോൺഗ്രസിൻ്റെ ആരോപണം. ഒപ്പം YSR കോൺഗ്രസ് ഇതിനെ ഇത്തരത്തിൽ വിശേഷിപ്പിക്കുമ്പോൾ കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് ഇത്തരത്തിൽ നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ് സർക്കാർ വാദം. എന്തായാലും YSR കോൺഗ്രസിൻ്റെ രാജ്യസഭാംഗമായിട്ടുള്ള S. നിരഞ്ജൻ റെഡ്ഡി ട്രായ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ചാനലുകളുടെ സംരക്ഷണം തടയാൻ TDP സർക്കാർ സമ്മർദ്ദങ്ങളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് എന്ന തരത്തിൽ ഈ കത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഒപ്പം ജനാധിപത്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്നാണ് YSR കോൺഗ്രസ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കേബിൾ ഓപ്പറേറ്റർമാർക്ക് എയർ ഓഫ് ചെയ്യുന്നത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം ആരാണ് നൽകിയത് എന്നതിനെക്കുറിച്ച് വ്യക്തമല്ല. ഇത് ആന്ധ്ര IT മന്ത്രി ലോകേഷ് നായിഡു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു. എന്തായാലും ആന്ധ്രയിൽ ഒരു പ്രതികാര രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ പകപോക്കൽ രാഷ്ട്രീയത്തിന് ഇപ്പോൾ വീണ്ടും വഴിയൊരുങ്ങിയിരിക്കുന്നു എന്ന് വേണം ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ.